നമസ്കാരം. ദേശീയപാത ഉദ്ഘാടനത്തിന് കൊച്ചിയിൽ പ്രധാനമന്ത്രി വരുമ്പോൾ ആ ചടങ്ങിൽ നിന്ന് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ മാറ്റി നിർത്തി. അതായത് അങ്ങനെ ഒരാള് ആ ചടങ്ങിൽ ഇല്ല എന്നാണ് പറയുന്ന വിവരങ്ങൾ. ലിസ്റ്റില് പ്രോട്ടോകോൾ പ്രകാരമുള്ള ലിസ്റ്റില് അദ്ദേഹം ഇല്ല. എന്തുകൊണ്ടാണ് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മന്ത്രിയെ മാറ്റി നിർത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രത്യക്ഷമായിട്ട് വാർത്താ ചാനലുകളും മറ്റും കാരണമൊന്നും പറയുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായി നിൽക്കുന്ന ഒരു സമയമാണല്ലോ ഇത്. ഹൈവേയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് വ്യക്തമായ പങ്കുണ്ട് താനും. സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്ന കാര്യമായാലും അതിന്റെ ബാക്കി നേതൃത്വമായാലും ഇടയ്ക്കിടയ്ക്കുള്ള അന്വേഷണമായാലും നോട്ടമായാലും ഒക്കെ അതിലെല്ലാം മന്ത്രി മുഹമ്മദ് റിയാസ് കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയുമാണ്. മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇതുപോലെ റീച്ചുകളുടെ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ആ സംസ്ഥാനങ്ങളിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിമാർ അവിടെ സന്നിഹിതരാകാറുമുണ്ട്. എന്നാൽ ഇവിടെ കേരളത്തിലെ 2 റീച്ചിന്റെ ഉദ്ഘാടനം കൊച്ചിയിൽ പ്രധാനമന്ത്രി നിർവഹിക്കുമ്പോൾ ആ ചടങ്ങിൽ നിന്ന് മന്ത്രി മുഹമ്മദ് റിയാസിനെ മനഃപൂർവ്വം മാറ്റി നിർത്തിയേക്കാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ നോക്കിയിട്ട് അതിനൊരു കാരണമേ കാണുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ റീൽസ് പിടുത്തം തന്നെ. ഇവിടെ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ റീൽസ് പിടിച്ചത്. കാരണം തുടക്കത്തിൽ ആദ്യം പണി തീർന്നിരുന്ന മേഖല മലപ്പുറത്തിന്റെ റീച്ചായിരുന്നു. രാമനാട്ടുകര ആ ഭാഗമൊക്കെ ആയിരുന്നു ആദ്യം പെട്ടെന്ന് പണി തീർന്നത്. അവിടെയൊക്കെ റീൽസ് എടുത്തിട്ട് വലിയ ആഘോഷമായി അദ്ദേഹം ചെയ്തു. നാഷണൽ ഹൈവേ അതോറിറ്റി പിന്നെ നമ്മളൊക്കെ പണിയെടുക്കുന്ന ഹൈവേ കണ്ടില്ലേ, കേരളത്തിന്റെ വികസനം കണ്ടില്ലേ എന്നൊക്കെ കൊട്ടിഘോഷിച്ചിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോഴാണ് എന്റെ വീടിന്റെ സമീപം കൂരിയാട് അവിടെ മണ്ണിടിച്ചിലുണ്ടായി, റോഡ് ഇരുന്നു പോയത്. അതായത് വണ്ടി ഓടി തുടങ്ങിയ റോഡാണ് ഇരുന്നു പോയത്. അതോടുകൂടി NHന്റെ കേരളത്തിലെ പണികളൊന്നും മന്ത്രി മുഹമ്മദ് റിയാസോ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പോ അല്ല, അത് പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്, NHAI ആണ് അതിന്റെ പണി എടുക്കുന്നത് എന്ന് മുഹമ്മദ് റിയാസ് അന്ന് പറഞ്ഞിരുന്നു. അതായത് അതുവരെ ഈ റോഡ് കേരളത്തിന്റെ കൂടി റോഡായിരുന്നു, കേരളത്തിന്റെ സർക്കാരിന്റെ കൂടി ഒരു അഭിമാനമായിരുന്നു, മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കൂടെ ഒരു അഭിമാനമായിരുന്നു. ആളെ കൂട്ടി പാലങ്ങളിലൂടെ നടന്ന് റോഡിലൂടെ നടന്ന് റീൽസ് എടുത്ത് റീച്ച് കൂട്ടി പേരും പെരുമയും എടുത്തിട്ടുള്ള മുഹമ്മദ് റിയാസ് കൂരിയാട് ആ റോഡ് ഇടിഞ്ഞ് തകർന്നതോടുകൂടി അവിടെ ഇവിടെയും ഒക്കെ ചില വിള്ളലുകളും ചില ഇടിച്ചിലും ഒക്കെ ഉണ്ടായതോടുകൂടി സകല കുറ്റവും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ മണ്ടേ കൊണ്ടുവന്നിട്ടു. അതാണ് ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ല, നമ്മള് ഒരു പണിയെടുക്കുമ്പോൾ എന്തെങ്കിലും അബദ്ധങ്ങളും കാര്യങ്ങളൊക്കെ പറ്റും, പിന്നീട് തിരുത്തിക്കൊണ്ട് പോകലല്ലേ, അതല്ലേ അത് വേണ്ടത്. അല്ലാതെ എന്തെങ്കിലും ഒന്ന് പറ്റിയാൽ അത് അവര് ചെയ്തത് നന്നായിട്ട് ചെയ്യണമെങ്കിൽ അത് നമ്മൾ ചെയ്തത് എന്ന എട്ടുകാലി മമ്മൂഞ്ഞിന്റെ ആ ഒരു പരിപാടി എടുത്തത് കൊണ്ടാണോ ഇനി മുഹമ്മദ് റിയാസിനെ ഈ ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ വേറെ കാരണമൊന്നും കാണുന്നില്ല. ഇതുകൊണ്ട് CPM ഒരു വലിയ നഷ്ടമാണുള്ളത്. ബാക്കിയുള്ള മന്ത്രിമാരും എല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വരെ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിന്റെ ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേ അതോറിറ്റി പണിയെടുക്കുന്ന കേരളത്തിന്റെ മൊത്തം റീച്ചുകളിലും ഇനി കേരള സംസ്ഥാന സർക്കാരിന് ഒരു അവകാശവാദം ഉന്നയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങി വെക്കുന്നത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഹൈവേയെ കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല എന്നൊരവസ്ഥയിലേക്കാണ് ഇപ്പൊ തോന്നുന്നത്. അല്ല, വെറുതെ പ്രധാനമന്ത്രിയൊക്കെ ചാരി എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോൾ നാഷണൽ ഹൈവേന്റെ പിടിപ്പുകേടാണെന്ന് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ആ പിടിപ്പുകേട് അവര് തീർത്തിട്ടുണ്ട്. കുരിയാട് പാലം പണി കഴിഞ്ഞു. ഇനിയിപ്പോ റോഡ് കൂടി ടാർ കൂടി ചെയ്തിട്ട് കുറച്ച് ഫില്ലിംഗ് കൂടെ ചെയ്യാനുള്ളൂ. ഒരു 2-3 മാസത്തിനുള്ളിൽ വണ്ടി ഓടി തുടങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഭാഗത്ത് നോക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാകുന്നത്. വളരെ പെട്ടെന്നാണ് പണി നടക്കുന്നത്. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതത് കമ്പനികൾ അത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറ്റങ്ങൾ മുഴുവൻ കേന്ദ്ര സർക്കാരിന്റെയും ഹൈവേ അതോറിറ്റിന്റെയും മണ്ടയിൽ കൊണ്ടുവന്നിട്ടിട്ട് അപ്പോ മന്ത്രി സ്കൂട്ടായതല്ലേ, ഏതായാലും സ്കൂട്ടായതല്ലേ, ഇനി ആ മൂലയ്ക്ക് തന്നെ ഇരുന്നോ എന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി അല്ലെങ്കിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റൂലല്ലോ. Different angles. Don't forget to subscribe and support this channel.